നിങ്ങൾക്കായിട്ടുള്ള ഡിവൈൻ മെസ്സേജ് 7 ഓഫ് സോർട്സിന്റെ എനർജിയാണ്. നിങ്ങളെ ഒരാൾ ചേസ് ചെയ്യുന്നു, നിങ്ങൾ അറിയാതെ തന്നെ ഒരാൾ നിങ്ങളെ നിരീക്ഷിക്കുന്നു എന്നാണ് കാർഡ് പറയുന്നത്. നിങ്ങളിൽ നിന്നും ക്വിക്കായിട്ടും സൈലന്റ് ആയിട്ടും മാറിപ്പോയിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. സ്പൈ എന്ന് പറയില്ലേ? എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 6 ഓഫ് കപ്സിന്റെ എനർജി കാണിക്കുന്നുണ്ട്. നൊസ്റ്റാൾജിയാണ് കാണിക്കുന്നത്. ആ വ്യക്തി നിങ്ങളെ പാസ്റ്റിലെ എനർജിയുമായിട്ട് കണക്ട് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ പഴയ ഓർമ്മകൾ അവരിലേക്ക് വരുന്നു, നല്ല നിമിഷങ്ങൾ അവരിലേക്ക് വരുന്നു. ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാനാണ് ആഗ്രഹിക്കുന്നത്, ഒരു ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇവര് സമാധാനമായിട്ടിരുന്നിട്ടുള്ളത് പഴയ ഓർമ്മകളിൽ, നിങ്ങളുമായിട്ടുള്ള ഓർമ്മകളിലാണ്. ഇന്ന് അവർ തിരിച്ചറിയാണ് അവരാണ് തെറ്റ് ചെയ്തത്. ആ തിരിച്ചറിവ് തന്നെയാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെന്ന വ്യക്തിയിലേക്കുള്ള ലക്ഷ്യത്തെയാണ് കിങ് ഓഫ് സോർട്സ് കാർഡ് പറയുന്നത്. വ്യക്തത വന്നുകൊണ്ടാണ് അവർ നിങ്ങളിലേക്ക് വരുന്നത്. ക്ലിയർ തിങ്കിങ്, തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു എനർജിയെ കാണിക്കുന്നു. തെറ്റിദ്ധാരണ മാറിക്കൊണ്ട് നിങ്ങളെന്ന വ്യക്തിയിലേക്കുള്ള ലക്ഷ്യബോധത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. ട്രൂത്ത് ആൻഡ് പ്രൂഫ് എന്നാണ് കാർഡ് പറയുന്നത്. സത്യം മനസ്സിലാക്കിക്കൊണ്ട് കറേജ് വീണ്ടെടുത്തുകൊണ്ട് നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുത്തുകൊണ്ട്, വൈസ് ഡിസിഷൻ അബൌട്ട് മൈ ഫ്യൂച്ചർ എന്നാണ് അവർ ചിന്തിക്കുന്നത്. കാരണം മറ്റുള്ള വ്യക്തികളുടെ ഇടപെടൽ ഈ ബന്ധത്തിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളും അവരും പിരിയാനായിട്ട്, ഒരു സെപ്പറേഷൻ വരാനായിട്ട് കാരണമായിട്ടുണ്ട്. ഇന്ന് തിരിച്ചറിവ് വരുമ്പോൾ, സത്യമെന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന എനർജി എന്ന് പറയുന്നത് യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നിങ്ങളെന്ന വ്യക്തിയിൽ മാത്രം ട്രസ്റ്റ് ചെയ്യുക. സത്യം മനസ്സിലാക്കി തിരിച്ചു വരുന്നവർ വരട്ടെ. എല്ലാത്തിനും യൂണിവേഴ്സ് സാക്ഷിയാണ്.